കുഴമന്നൻ ചന്തയിൽ കൂടിയിരിക്കുന്ന ഈ തൊഴിലാളികൾ, കച്ചവടക്കാർ, വണ്ടിത്തൊഴിലാളികൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, കാലാകാലമായി കേരളത്തിലേക്ക് കന്നുകാലികൾ വരുന്നത് ആന്ധ്ര, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത്. കന്നുകാലികൾ മാത്രമല്ല, പച്ചക്കറികളും മറ്റു തുടങ്ങി കേരളത്തിലേക്ക് ആവശ്യമായ ഏകദേശം A to Z 70, 75, 90% സാധനങ്ങളും അതർ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കന്നുകാലികൾ വരികയും അതിൻ്റെ മാംസം കേരളത്തിൽ കച്ചവടം ബിസിനസ് നടത്തുന്നത്. ഇതിനോടനുബന്ധിച്ച് കേരളത്തിൽ ലക്ഷക്കണക്കിന് കച്ചവടക്കാരുണ്ട്, ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്, ലക്ഷക്കണക്കിന് വണ്ടിയുമായിട്ടുള്ള തൊഴിലാളികളുണ്ട്. അതുപോലെ ഒരുപാട് കോടിക്കണക്കിന് കുടുംബങ്ങൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ 3-4 ദിവസമായി ആന്ധ്ര തമിഴ്നാട് ബോർഡറിൽ കയറി വരുന്ന കന്നുകാലി വണ്ടികളെ അവിടെ മാഫിയ ഗുണ്ടകൾ അവർക്ക് അവിടെ ഒരു നിർദ്ദേശങ്ങൾ ഇപ്പോൾ വെച്ചിരിക്കുന്നത്, ഓരോ ബോർഡർ കടത്തുമ്പോഴാണ് മാഫിയ ഗുണ്ടകൾ അവിടെ ഒത്തുകൂടുകയും അവരൊരു പേട്ട സംവിധാനം ഉണ്ടാക്കുകയും ഒരു വണ്ടിക്ക് 15,000, 20,000, 25,000 രൂപ വരെ കളക്ട് ചെയ്താൽ മാത്രമേ, അവിടെ കൊടുത്താൽ മാത്രമേ ആ കന്നിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിടുള്ളൂ. അതല്ലെങ്കിൽ അവരെ പോലീസിനെ അവിടെ പിടിപ്പിച്ചുകൊണ്ട് അവർ അതിൻ്റെ നിയമവശങ്ങളെ പറഞ്ഞുകൊണ്ട് അവരെ കുടുക്കി അവിടെ ആ വണ്ടിയും കന്നും അവരെ പിടിക്കുകയും ആ കന്നും വണ്ടിയും ഗോശാലയത്തിലും പോലീസ് സ്റ്റേഷനിലുമായിട്ട് ഈ കച്ചവടക്കാർക്ക് കിട്ടാതാവുകയും അങ്ങനെ ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളിതുവരെ നടന്നുകൊണ്ടിരുന്നത് മറ്റുള്ള സ്റ്റേറ്റുകളിലായിരുന്നു. ഇപ്പോൾ ഇവിടെ തമിഴ്നാട് സ്റ്റേറ്റിലും ഇത് നടന്നിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, തമിഴ്നാട് സർക്കാർ ഒരിക്കലും ഇതിന് അനുകൂലിക്കുകയില്ല. അപ്പോൾ അവിടെ ഈ നടക്കുന്ന മാഫിയ ഗുണ്ടകളുടെ ഈ തെമ്മാടിത്തരം അതിന് കൂട്ടുനിൽക്കുന്ന പോലീസിനെയും തമിഴ്നാട് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ പ്രതിഷേധത്തോടുകൂടി ഞങ്ങൾക്ക് പറയാനുള്ളത്. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തൊഴിൽ വളരെ സുഗമമായി കഴിഞ്ഞുകൊണ്ട് പോകാൻ തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഇടപെട്ടുകൊണ്ട് അതിനുള്ള സൗകര്യം ഒരുക്കി തരണം എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന പ്രതിഷേധത്തിന്റെ എല്ലാ തൊഴിലാളി സഹോദരന്മാർക്കും, കച്ചവട സഹോദരന്മാർക്കും, വണ്ടി തൊഴിലാളി സഹോദരന്മാർക്കും, നല്ലവരായ നാട്ടുകാർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിന്റെ മറ്റുള്ള വിഷയം പറയുവാൻ വേണ്ടി ഈ JCMന്റെ സംസ്ഥാന സെക്രട്ടറിയായ യൂസുഫ് അവറുകളെ ഞാൻ ക്ഷണിച്ചോളൂ. പ്രധാനപ്പെട്ട സെക്രട്ടറി കാലങ്ങളായിട്ട് കാലം മുതൽ നമ്മൾക്ക് നേർന്ന ഈ മേഖലയെ അന്യ സംസ്ഥാനങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിൽ ഇത് സുലഭമല്ലാത്തതും മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് അധികമായ സാധനങ്ങൾ നമ്മൾ സ്വയം പ്രാപ്തരായി നമ്മളിവിടെ കൊണ്ടുവന്ന് ഉപജീവന മാർഗം നൽകുകയും അതുമായിട്ട് ഉപജീവന മാർഗത്തിൻ്റെ ഭാഗമായി ഒരുപാട് പാവപ്പെട്ട കുടിൽ വ്യവസായം പോലുള്ള കാര്യങ്ങൾ നടത്തുകയും പോത്തുകുട്ടികളെ അതുപോലെ തന്നെ മറ്റുള്ള പശുക്കുട്ടികളെയൊക്കെ കിടാക്കളെയൊക്കെ വളർത്തി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നിൽക്കുന്ന ജനങ്ങളെ ഒരു ഉപജീവന മാർഗം എന്ന നിലയ്ക്ക് ഈ സംരക്ഷണം ഇതിൻ്റെ ഈ ഭാഗമായിട്ടുള്ളതാണ്. ഒരുപാട് കച്ചവടക്കാർ, ഹോട്ടൽ മേഖലകൾ, തട്ടുകടക്കാർ, അങ്ങനെ ലക്ഷക്കണക്കിന് എന്നാൽ ഒതുങ്ങാത്ത അത്രയും ജനങ്ങൾ ജീവിക്കുന്ന ഈ മേഖലയെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ, ഒരു നിയമത്തിൻ്റെ പേരിൽ ഈ പാവപ്പെട്ട കച്ചവടക്കാരെ പരിപൂർണമായിട്ടും അവഗണിച്ചുകൊണ്ട് കോടാനക്കോടി രൂപയുടെ മുതൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാഫിയകൾ നമ്മളിൽ നിന്ന് അപഹരിച്ചുകൊണ്ടിരിക്കും. അതിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെൻറ് മറ്റുള്ള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ തരുകയും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് വേണ്ടി ഈ പ്രതിനിധികളെ അവരെ തടങ്കലടക്കുകയും അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ കൊടുത്ത പോലീസുകാരെ ഇതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ ഈ മേഖലയെ മറ്റുള്ള സംസ്ഥാനങ്ങൾ അതുമായി കിടക്കുന്ന നമ്മുടെ കേരള സംസ്ഥാനത്തെ സംരക്ഷിക്കുക നമ്മുടെ ബാധ്യതയാണ്. ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. സ്വയം പ്രാപ്തരായ ഒരു കച്ചവടക്കാരാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടും കൂടാതെ ഞങ്ങളെ സ്വയം പ്രാപ്തരായ ജീവിക്കുന്ന ഒരു മേഖലയെ അനുകൂലമായി ഞങ്ങൾ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് സർക്കാരും അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാരും ആന്ധ്ര സർക്കാരും നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൂടിയ എല്ലാ കച്ചവടക്കാരും ഇതൊരു സാമ്പിൾ മാത്രമാണ്, ഇതൊരു പ്രതിഷേധമാണ്.
ഇതുമായിട്ട് പരിഹരിച്ചിട്ടില്ലായി ഇനിയും പിന്നെ സമരമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന നമ്മുടെ KCMW തീരുമാനിച്ചത്. പ്രതിഷേധം മാത്രമാണ് ഇതിന്. എല്ലാവിധ ആശയവും അഭിവാദ്യങ്ങളും അതുപോലെ സഹായങ്ങളും പിന്നെ നമുക്ക് ജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകുന്ന അഭ്യർത്ഥനയോട് കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. KCMW എല്ലാവർക്കും പറഞ്ഞു. അത് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട